ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും നിന്നും നമ്മുടെ 24 അവതാരകരും റിപ്പോർട്ടർമാരും തത്സമയ റിപ്പോർട്ടുകളുമായി ചേരും. ഇനി കോട്ടയത്തേക്കാണ്. കേരള കോൺഗ്രസുകാരുടെ അഭിമാനപൂർവ്വം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയം. 1977 ശേഷം കേരള കോൺഗ്രസ് നേർക്കുനേർ വരുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. തോമസ് ചാഴികാടൻ, കെ ഫ്രാൻസിസ് ജോർജ് എന്നിവരാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളപ്പം NDAക്കായി തുഷാർ വെള്ളാപ്പള്ളിയും മത്സരിക്കുന്നു. ടോബി ജോൺസൺ നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ടോബി, കോട്ടയത്തെ കാറ്റ് എങ്ങോട്ടാണ്? കേരള കോൺഗ്രസുകാരും എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? എവിടെയാണ് ഇന്ന് കൊട്ടിക്കലാശം കേന്ദ്രീകരിക്കുക? കോട്ടയം നഗരത്തിൽ തന്നെയാണ് കൊട്ടിക്കലാശം കേന്ദ്രീകരിക്കുക. മൂന്ന് മുന്നണികളും കോട്ടയം നഗരത്തിലേക്ക്, ഒപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളും, ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. 14 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അവരുടെ കൊട്ടിക്കലാശവും ഇന്ന് ഈ നഗരത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുനക്കരയിലേക്ക് തന്നെയാണ് കൊട്ടിക്കലാശത്തിന്റെ ആവശ്യമെല്ലാം അവസാന മണിക്കൂറുകളിൽ എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2:30 തന്നെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ് ആദ്യം ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളും എത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം 77 ശേഷം കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്നു. 1980 ശേഷം ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൂടാതെ കേരളത്തിൽ ഘടകകക്ഷികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. NDA സ്ഥാനാർത്ഥിയായിട്ട് VDJS കൂടി കോട്ടയത്തേക്ക് തുഷാർ വെള്ളാപ്പള്ളി എത്തുമ്പോൾ ഘടകകക്ഷികൾ തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ആദ്യം പ്രചരണങ്ങൾ തുടങ്ങിയ ഒരു മണ്ഡലമാണ് കോട്ടയം. നമുക്കറിയാവുന്നതുപോലെ ഫെബ്രുവരി 12 കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം മറ്റ് സ്ഥാനാർത്ഥികൾ വരുന്നു. അങ്ങനെ കേരള കോൺഗ്രസ് രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ റബ്ബർ വില സ്ഥിരത ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ ചർച്ച നടന്നു. പ്രാദേശിക വിഷയങ്ങളും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവും, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2 പാർട്ടികളാണ് കേരള കോൺഗ്രസുകൾ. അവർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ആരെ അത് അനുകൂലിക്കുമെന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. ഏറ്റവും ഒടുവിൽ ലവ് ജിഹാദ് അടക്കം NDA സ്ഥാനാർത്ഥി ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം. അങ്ങനെ കേരള കോൺഗ്രസുകാരുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു മണ്ഡലമായി അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണേണ്ടി വരും. അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. അതിനിടയിൽ കൊഴിഞ്ഞുപോക്കുകൾ, രാജികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രചരണ വേളയിൽ നമുക്ക് കാണാൻ സാധിച്ചു. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.